ഏകസ്വര മിത്രങ്ങളായ ലോകമാനവരാശിക്ക് നമസ്കാരം. സംസാരിക്കുന്നത് വ്യത്യസ്തൻ. സമാധാനം കണ്ടെത്താനുള്ള കാരണങ്ങൾ നോക്കാം. അന്യോന്യം ഇടതടവില്ലാതെ ബോംബ് വർഷം നടക്കുകയാണ്. വെറും ബോംബുകളല്ല, ആസിഡ് ബോംബ്, വൈറ്റ് ഫോസ്ഫറസ് ബോംബ്, ക്ലസ്റ്റർ ബോംബ്, ഫിഷൻ ന്യൂക്ലിയർ, ഫ്യൂഷൻ ന്യൂക്ലിയർ, കെമിക്കൽ ബോംബ്, അനവധി മിസൈലുകൾ, ഡ്രോണുകൾ എന്നിങ്ങനെ അന്തരീക്ഷം കാർമേഘതുല്യമായിരിക്കുന്നു. മഴ പെയ്താൽ അപകടം. മഴവെള്ളത്തിൽ ആസിഡ് കലർന്നിരിക്കുന്നു. ഓക്സിജൻ തീരെയില്ല. ശ്വസിക്കാൻ വയ്യാത്ത അവസ്ഥ. അന്തരീക്ഷത്തിൽ പോയിസൺ കലർന്നിരിക്കുന്നു. ശ്വാസകോശം തകരുന്നു. ഓക്സിജന്റെ കുറവിനാൽ അറ്റാക്ക് വർദ്ധിക്കുന്നു. കുടിവെള്ളത്തിലെ പോയിസൺ ഏറ്റവും അവസാനത്തെയും മറ്റെല്ലാത്തിനെയുംക്കാൾ ഭീകരമാണ്. നാക്ക് നനയ്ക്കാൻ ശുദ്ധജലമില്ലെങ്കിൽ പണി പാളും. നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാമാണ്. ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ കെടുതികൾ ലോകത്തിൻ്റെ മുന്നിലേക്ക് വരാൻ സമയമെടുക്കും. എങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചേക്കാം, വരാനിരിക്കുന്നത് എത്രയധികം ഭയാനകമായിരിക്കും എന്ന്. എന്തെന്നാൽ ജയം മാത്രമാണ് എല്ലാവർക്കും വേണ്ടത്. ഇനി പറയാനുള്ളത്, യുദ്ധത്തിൽ ധാർമ്മികത എന്ന പദം പിതൃശൂന്യമായി നിൽക്കും. അല്ലെങ്കിൽ തന്നെ ധർമ്മം എന്ന പദം മാനവികതയിലെ നിരുത്തരവാദപരമായ ഒരു ആയുധം മാത്രമായിരുന്നു. ആർക്കും എടുത്തു വീശാവുന്ന ഒരു ആയുധം. ഇനി ഒരിക്കലും ധർമ്മയുദ്ധമില്ല. അനവധി ദശാബ്ദങ്ങൾക്ക് മുമ്പ് ധർമ്മയുദ്ധം എന്ന് പേര് കേട്ടെന്ന് രേഖപ്പെടുത്തിയ ഒരു കുരുക്ഷേത്ര യുദ്ധക്കളം തീർത്തും അധാർമികമായിരുന്നു. കിട്ടിയ സമയത്ത് നിരായുധനെ തീർത്തു കളയുന്ന കുടിലമായ, ക്രൂരമായ, നിഷ്ഠൂരമായ അവസ്ഥ. എന്തെന്നാൽ യുദ്ധമെന്നത് ജയിക്കാനുള്ളതാണ്. ശത്രുവിന് ജയിക്കാൻ ധാർമ്മിക പരിവേഷം സ്വയം കയ്യാളിയാൽ അടുത്ത നിമിഷം സ്വന്തം തല പോകും. ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്, ഇനി വരാൻ പോകുന്ന യുദ്ധത്തിൽ നീതിബോധം ലേവലേശം ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ്. ആർക്കും അത് പ്രതീക്ഷിക്കാതെ വേണം യുദ്ധത്തെ കാണുവാൻ. അങ്ങനെയായാൽ കരച്ചിലും കണ്ണീരും കുറയ്ക്കുവാനും ശ്വാസമടക്കി നിന്ന് യുദ്ധം നിരന്തര പ്രക്രിയയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് സ്വന്തം വീട്ടിലിരുന്ന് യുദ്ധഭീകരതയെ ലാഘവവൽക്കരിക്കാം. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും സ്വന്തപ്പെട്ടവരുടെ നിര്യാണത്തിൽ ദുഃഖിക്കുന്നു. നിങ്ങൾ ഹിന്ദു ആയാലും ജൂതനായാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഈ വൈകാരിക വകഭേദങ്ങൾ വേറെയില്ല. ജാതിയും മതവുമില്ല, വംശവും കുലവുമില്ല. യുദ്ധത്തോടും മരണത്തോടും മാത്രമാണ് എല്ലാ ജനങ്ങളുടെയും ഐക്യം നിലകൊള്ളുന്നത്. അല്ലാത്ത എല്ലാ കാര്യത്തിലും ദൈവം, ആചാരം, ഭക്തി, സ്വർഗം, പുനർജന്മം എന്നിവയിൽ എല്ലാവരും അന്യോന്യം കടുത്ത ശത്രുക്കളാണ്. രാജ്യവും അതിരുകളും സമ്പത്തും വിദ്യാഭ്യാസവും ജോലിയും ഒന്നും മേൽപ്പറഞ്ഞ ഘടകങ്ങൾക്ക് ബാധകമാവുന്നതേയില്ല. യുദ്ധം വരുമ്പോൾ എല്ലാവരും പല രീതിയിലുള്ള ഐക്യപ്പെടലിനായി എഗ്രിമെൻറ്റുകൾ തട്ടിക്കൂട്ടും. എല്ലാം താൽക്കാലികമായിരിക്കും എന്ന് ചരിത്രം പരിശോധിച്ചാൽ മതി. ഈ യുദ്ധത്തിൽ എത്ര പൊലിഞ്ഞു പോയി, എത്ര പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നു. പാലസ്തീനിൽ എണ്ണമില്ലാതെ മരണപ്പെട്ടില്ലേ? ഉക്രൈൻ എത്ര പേർ പട്ടുപോയി? നിഷ്കാസിതരായവർക്ക് എണ്ണമുണ്ടോ? അങ്ങനെ പുറകോട്ട് എണ്ണമില്ലാത്ത എത്രയോ യുദ്ധങ്ങൾ. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇനി പറയാൻ പോകുന്നത്. മാനവ സംസ്കാരം ഉടലെടുത്തത് മുതൽ ഇന്നുവരെ സ്ഥിരമായ ഒരു സമാധാന ധാരണയിലെത്താൻ ലോകജനത്തിന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? പുറകോട്ടെ 50,000 വർഷത്തിലധികമായി കാണും മനുഷ്യർ ഈ സാംസ്കാരിക പ്രയാണം തുടങ്ങിയിട്ട്. ഇന്ന് നടക്കുന്ന അതേ യുദ്ധകാരണങ്ങൾ കൊണ്ട്
എത്ര കോടി ജനത്തിന് ജീവിക്കാൻ അർഹത ലഭിക്കാതെ പോയി എന്ന് നിങ്ങൾക്കൊരിക്കലും എണ്ണി തിട്ടപ്പെടുത്താനാവില്ല. നിങ്ങൾ ഇപ്പോഴും എക്കാലത്തെയും പോലെ കാരണങ്ങൾ തേടാതെ യുദ്ധം ചെയ്ത് ജനങ്ങളെ കൊന്നുകൊണ്ടേയിരിക്കുന്നു. പാവം ജനത്തിന് ബോധ്യമാകുന്നില്ല ഈ കൂട്ടക്കൊലയുടെ ഉന്മൂലനാശനത്തിൻ്റെ കാരണങ്ങൾ. എന്നാൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട് കാരണങ്ങളുടെ ആന്തരികത എന്താണെന്ന്. എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല, നിങ്ങളുടെ വിശ്വാസം എനിക്കും ബോധ്യപ്പെടുന്നില്ല. വിശ്വാസം എന്നാൽ ഒരർത്ഥമേ ഉള്ളൂ, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് മനസ്സിൽ തോന്നിക്കണം. വിശ്വാസം എന്ന ഈ ആയുധമല്ലേ ലോക മാനവരാശിയെ കൊന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യരും ഒരേ വിഷയത്തിലാണ് ഈ ആയുധം പ്രയോഗിക്കുന്നത്. എൻ്റെ വിശ്വാസം, എൻ്റെ വിശ്വാസം, എൻ്റെ വിശ്വാസം. മറ്റൊരുവൻ്റെ വിശ്വാസം എനിക്ക് വേണ്ട. എൻ്റെ വിശ്വാസം നീ അനുവർത്തിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും. അറപ്പുളവാക്കുന്ന തീരുമാനം. ഈ തീരുമാനത്തിൻ്റെ ഏറെക്കാലമായ ഗർജനങ്ങളും പ്രവൃത്തികളും ഇന്നത്തെ യുദ്ധത്തിൻ്റെ കാരണങ്ങളാണ്. ഇന്ന് ഈ യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ജനം ആരുമാകട്ടെ യുദ്ധക്കളത്തിൽ കിടന്ന് കൂട്ടക്കരച്ചിൽ നടത്തിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ അത് മറ്റാരും നിങ്ങൾക്ക് നൽകുകയില്ല. അത് നിങ്ങൾ സ്വയം കണ്ടെത്തുകയാണ് വേണ്ടത്. ഏതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണോ നിങ്ങൾ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ സംസ്കാരം നിങ്ങളെ കൊന്നൊടുക്കുകയോ നിങ്ങളെ ഉന്മൂലനാശനത്തിന് വിധേയമാക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ആ സംസ്കാരത്തെ നിങ്ങൾ തിരസ്കരിക്കുക തന്നെ വേണം. ഈ പറഞ്ഞത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ സംസ്കാരത്തെ അല്ല. അന്യവിശ്വാസികളായ കോടികളോളം വരുന്ന മനുഷ്യരെ അന്യോന്യം കൊന്നു തീർത്ത് ജീവിത സുഖവും സ്വർഗീയ സുഖവും ലഭ്യമാക്കാമെന്ന പൗരാണികവും ബുദ്ധിശൂന്യവുമായ വിശ്വാസം എന്ന ഈ ആയുധത്തെ ഭേദിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ വരാനിരിക്കുന്ന നിരന്തര യുദ്ധങ്ങളിൽ നിങ്ങൾ പട്ടുപോവുക തന്നെ ചെയ്യും. ഇനിയും യുദ്ധങ്ങൾ ഉണ്ടാവും. ഇനി വരാനിരിക്കുന്ന യുദ്ധങ്ങൾ വളരെ അടുത്തടുത്തായിരിക്കും. വിശ്വാസം എന്ന ആയുധം നിങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് മുൻപ് ഉള്ളിൽ നിന്നും നിങ്ങൾ അതിനെ ഛർദ്ദിച്ചു കളയുക. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം എഗ്രിമെൻറ്റുകളില്ലാതെ സ്വയം കെട്ടടങ്ങും. അത് അണയാത്ത തീയുടെ മുകളിലെ ചാരം പോലെ ആയിരിക്കും. താൽക്കാലികമായി മനുഷ്യർ വിശ്വസിക്കും, ആശ്വസിക്കും. ആർക്കും സർവസ്വതന്ത്രവും നീതിയുക്തവും സ്ഥിരവുമായുള്ള സമാധാന ഫോർമുലകൾ ഉണ്ടായിരിക്കുകയില്ല. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണിത്. നിങ്ങൾ ഓർമ്മിച്ചു വയ്ക്കണം. അടുത്തതിൽ വ്യത്യസ്ത സമാധാന ഫോർമുലകൾ ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കുന്നതായിരിക്കും. എല്ലാവരും അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കണം. സമാധാനത്തെ കണ്ടെത്താനുള്ള കാരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. നമസ്കാരം. വ്യത്യസ്തൻ.